ഒടുവിൽ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായി. 15 മാസം നീണ്ടുനിന്ന യുദ്ധമാണ് അവസാനിക്കുന്നത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുമെന്ന് നിശ്ചയിച്ചതിന് 3 മണിക്കൂർ കഴിഞ്ഞാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത്. സൗമ്യ ആർ കൃഷ്ണ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. സൗമ്യ, വൈകിയെങ്കിലും ഏറെ വൈകിയെങ്കിലും ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന വാർത്ത വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ, ഹിമ, ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ്. അത് നടപ്പിലാവുകയാണ്. ഒടുവിൽ കാത്തിരുന്ന കഴിഞ്ഞ 3 ദിവസവും ഈ വാർത്തയിൽ തന്നെ നമ്മൾ ഏറെ ശ്രദ്ധ നൽകിയിരുന്നു. കാരണം ഏത് നിമിഷവും ഇത് അംഗീകരിക്കുമെന്നും അംഗീകരിച്ച ശേഷവും ഏറെ അനിശ്ചിതത്വങ്ങൾ നീണ്ടു നിന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാസയിൽ സമാധാനം പുലരുകയാണ്. ഈ ഗാസയുടെ പല മേഖലകളിൽ നിന്ന്, ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന പലസ്തീനികളൊക്കെ തിരിച്ചെത്തുന്ന ഒരു കാഴ്ച കാണാം. അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ, ഒരു സമാധാനം പുലരുന്നതിൻ്റെ, ആശ്വാസത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ മുമ്പ് പോലും, അതായത് ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാകുന്നതിന് മണിക്കൂറുകൾ മുമ്പ് പോലും ഇസ്രായേലിന്റെ ആക്രമണം ഗസയിൽ ഉണ്ടായി. ആ ആക്രമണങ്ങളിൽ 8ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെല്ലാം ഒടുവിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്കെങ്കിലും 42 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് ഇപ്പോൾ, ആ കരാറാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അതാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 42 ദിവസത്തേക്കെങ്കിലും ഇത്തരം വാർത്തകളൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകാനാകുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ സൈനികർ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അത് രാവിലെ തന്നെ അത്തരം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം, ഇന്ന് മോചിപ്പിക്കേണ്ട, ഈ ആദ്യഘട്ടത്തിൽ, ഈ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 പേരെ ഹമാസ് മോചിപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ 33 പേരിൽ ഇന്ന് മോചിപ്പിക്കേണ്ട, ആദ്യ ദിവസത്തിൽ മോചിപ്പിക്കേണ്ട 3 പേരുടെ പട്ടിക അല്ലെങ്കിൽ പേര് നൽകാത്തതാണ് ഈ വൈകലിന് കാരണം. 3 മണിക്കൂറോളം ഈ പ്രാബല്യത്തിൽ വരുമെന്ന് നിശ്ചയിച്ചിരുന്ന സമയം ഇന്ത്യൻ സമയം 12:30 ആയിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അതിനിടയിൽ പോലും ആക്രമണം തുടർന്നു എന്നുള്ളതാണ്.